ബോംബെ തെരുവ്. ആളുകളൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എന്താ രണ്ടാൾക്കാർ ഭയങ്കര തല്ലൂടലാണല്ലോ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ ഗേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗേറ്റാണത്. ആ ഒരു സമയം നമ്മളെ ഗേറ്റ് വേൻ്റെ നേരെ ഓപ്പോസിറ്റ്. വെൽക്കം ബാക്ക്. ഷെബിയാണ്. സംഭവം ഇപ്പോൾ ഉള്ളത് നമ്മൾ ബോംബെയിലാണ്. 2-3 ദിവസമായി നമ്മൾ ഇവിടെ എത്തിയിട്ട്. 2 ദിവസം നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുറച്ച് ഒന്ന് കറങ്ങാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ട്രെയിന് നേരെ നമ്മൾ വീട്ടിൽ പോകും. സമയം ഇപ്പോൾ ഏകദേശം 9:30 9:30 ആയി നോക്കണ്ട കേട്ടോ, അത് തെറ്റാ. 9:30 ഇനി പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം. ഇതാണ് പരിപാടി. പുറത്തത് കഴിച്ചാണ്ട് എനിക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെയൊന്നും പറയാനില്ല. ഫുള്ള് മറ്റേ വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ. ഇതൊരു ബിൽഡിങ്ങാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷന്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. 2 ദിവസം താമസിച്ച റൂം. AC ഉണ്ട്, ഇവിടെ ഒരു ഫാനുണ്ട്, TV ഉണ്ട് ഇവിടെ. അത് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ഓണാക്കിയത് എന്നാണ്. അതിൻ്റെ ഓഫ് സർവീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. വലിയൊരു മിററുണ്ട് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. വലിയ ഇഷ്യൂ എന്ന് പറയാനില്ല. അടിപൊളി റൂമാണ്. മേശൊക്കെ ഉണ്ട്, നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അവിടെ ഫ്രിഡ്ജുണ്ട് അവിടെ. എന്തിലോ അമ്മ ഇതൊക്കെ ഷെൽഫാണ്. ബോംബെ തെരുവ്. ആളുകളൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എന്താ രണ്ടാൾക്കാർ ഭയങ്കര തല്ലൂടലാണല്ലോ. ഡെസ്റ്റിനേഷനൊക്കെ നോക്കാൻ തുടങ്ങുള്ളൂ. വന്നിട്ട് പോകാൻ വേണ്ടി. ഇത് ഇവിടുത്തെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ചെറിയ ചെറിയ സ്റ്റേഷനുകൾക്കൊക്കെ ഇവിടുന്ന് ലോക്കൽ അടിച്ചുകൊണ്ട് പോവാം. ചെറിയ റേറ്റൊക്കെ ഉണ്ടാവുള്ളൂ. 5 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഒരാൾക്ക്. തേരാപ്പാര ഇത് കാണണം. ഇതല്ല, ഇതിവിടെ ഓടുന്നൊരു ലോക്കൽ ട്രെയിനാണിത്. അതായത് മുംബൈയിലെ ഏത് സിറ്റിക്ക് നമുക്ക് ഈ ഒരു ട്രെയിൻ ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റും. ചെറിയ റേറ്റ് ഒക്കെ ഉള്ളു. ഒരാൾക്ക് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക് വരുന്നത്. നമ്മളിപ്പോ ആന്താർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോട്ടോ. അത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനില് എത്ര 40 രൂപ ആയിട്ടുള്ളൂ ഇപ്പോൾ രണ്ടാൾക്കും പാടെ. പിന്നെ അത് 3 സ്റ്റോപ്പാണ്. ടോട്ടൽ എത്ര 13 സ്റ്റോപ്പൊക്കെ ഉണ്ട്. 3 സ്റ്റോപ്പേ നിൽക്കുള്ളൂ. ആരും ഞങ്ങൾ മാത്രമുള്ള. മുംബൈയിലെ ചേരികളാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ ചേരികളല്ല, ഓരോ ബിൽഡിങ്ങുകളാണ്. പിന്നെ കുറെ ഉണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. ഓരോ ബിൽഡിങ്ങുകളൊക്കെ ഒരു ചുരുക്കൊക്കെ എന്താ രസമല്ലേ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് മുംബൈയിൽ ഒരു കടൽ തീരത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇത് സ്ഥാപിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 1911 ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ജോർജ് 5-ാമൻ്റെയും അദ്ദേഹത്തിൻ്റെ രാജ്ഞി മേരിയുടെയും വരവനുസരിച്ചാണ് 1911 ഡിസംബറിൽ അദ്ദേഹം ഈ ഒരു സ്മാരകം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1924 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. ഇത് ഒരു കമാന സ്മാരകമാണ്. ഇതിന് ഇന്ത്യൻ ഇസ്ലാമിക് ബ്രിട്ടീഷ് വാസ്തുതിയുടെ രൂപകൽപ്പനയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇത് മുംബൈയിലെ അപ്പോളോ ബന്ദറിന് സമീപം അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു പണി നടന്നുകൊണ്ടിരിക്കട്ടെ ഇവിടെ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് പോരൊക്കെ ചെയ്യാം. ഇതാണ് മറ്റേ താജ്മഹൽ ഹോട്ടൽ എന്നൊക്കെ പറയില്ലേ, മറ്റേ ഹോട്ടൽ താജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മളെ ഗേറ്റ് വേൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 565 റൂമുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. മനസ്സിലായി എനിക്ക്? 565 റൂമുകൾ. പിന്നെ 1903 ഡിസംബറിലാണ് ഇത് തുടങ്ങിയത് കേട്ടോ. ആരംഭിച്ചത് ഡിസംബർ
1903 ഇത് ആരംഭിച്ചത്. നമ്മളല്ലേ ദുബായിലൂടെയാണോ പോകുന്നത്? മറ്റേ ദുബായ് കൂടെ പോകണതിന് ചുറ്റുപത്തും ട്രാക്ക് കൂടെ പോയത് പോയി അല്ലെങ്കിൽ പോരുതാണ്. അപ്പൊ ശരിക്കും മറ്റേ ദുബായ് കൂടെ ഒക്കെ പോകണം അതിലെ. നമ്മളൊരു ദുബായിലൂടെ പോണത് ഈ ഫീൽ കിട്ടോ. ഇത് ബോംബെ അല്ലേ, അത് ദുബായ് അല്ലേ? किधर है? कहाँ पीछे? पीछे? हाँ, काली वाली बिल्डिंग के पीछे देखो, दिख रहा है। उधर 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 पीछे। എന്താ സംഭവം അല്ലേ? ഹാജി അലി ദർദാർ, റൈറ്റ്? ഇതെന്താ സംഭവിച്ചാലേ, ഹാജി അലി ദർദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മക്ബറയാണ്. അത് കടലിന്റെ നടുക്കുള്ളത്. ഇത് ഇതിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാനുണ്ട്. കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുള്ളത് വെച്ചാല്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മക്ബറ. ഇത് സൈഡിലും കടലുകളാണുള്ളത്. കടലിന് എന്താ പറയുക, ഒരു നടുക്കൊരു പാലാക്കിയാണ്ട് അങ്ങനെയാണ് ഈ ഒരു മക്ബറ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ, ഉള്ളത്. അതായത് കടലിന് നടുക്കുള്ളത്. ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ദുബായ് എന്നിട്ടത്. നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി അടുത്ത മറൈൻ ഡ്രൈവ് പോകണം. കൊച്ചിയിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു മറൈൻ ഡ്രൈവ്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ അവിടെ പോകണം. എൻ്റെ വീടാണ് സ്ഥിരം ഡയലോഗ് കാശിലെ പവറല്ല. സമാധാനിക്കുക. നമ്മളിപ്പോ ഇനി മറൈൻ ഡ്രൈവ് പോകണം. വലിയ മറ്റേ തണുപ്പ്. അപ്പൊ വരുന്നതിന്റെ മുന്നേ സൂര്യൻ അസ്തമിച്ചു. അപ്പൊ ഇതാണ് മറൈൻ ഡ്രൈവ്, നമ്മളെ ബോംബെയിലെ മറൈൻ ഡ്രൈവ്. അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലെത്തി. പിന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ മറ്റേ ഹാജി അലി ദർഗൻ്റെ ഹിസ്റ്ററി ഒരുപാട് തപ്പി എനിക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് വേറൊരു വീഡിയോക്കാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ റൂമിലാണുള്ളത്. റൂമിൽ കണ്ടോ TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു ഉറക്കുറങ്ങണം, നല്ല പരിപാടിയാണ്. നമ്മൾ ഇവിടെ ബോംബെയിൽ എത്തിയിട്ട് ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്, നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ നാളെ ഒരു ഫുൾ ട്രെയിനിൽ ഒരു ദിവസം മൊത്തം നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ. ബോംബെയിലെ ലാസ്റ്റ് ദിവസം ഇന്ന് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ കാത്തുക്കാണ്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയാണ്. സ്ലീപ്പർ ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. ജനറലിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് അവിടെ, തള്ളും പിടുത്തൊക്കെ കഴിക്കാണ്ട്. പിന്നെ 11:40 വണ്ടി എടുക്കും. നമ്മളിങ്ങനെ ആയാലും നാളെ എത്തുള്ളൂ. ഒരു ദിവസം ഫുള്ള് നമ്മളെ ഈ 2 ബെഡിലേക്കാണ്ട് പോകണം. ഇത് മുകളിലൊരു ഒരു ബെർത്തും താഴത്ത്, ഇങ്ങനെ 2 നമുക്ക് കിട്ടിയത്. ഈ ഒരു ദിവസം മൊത്തം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സിറ്റിയിലൂടെ കറങ്ങിയാറുള്ള ട്രെയിനുകളാണ് പോകുന്നത്. സിറ്റി ട്രെയിൻ, നമ്മളെ ബോംബെത്തെ ലോക്കൽ ട്രെയിൻ.
ഒരു മിനി ദുബായ് എന്നൊക്കെ പറഞ്ഞതിൽ ഏകദേശം നമ്മളൊരു 100 സംതിങ് കിലോമീറ്റർ ഇപ്പം മുംബൈയിൽ നിന്നോട്ട് പോകുന്നത് നമ്മള് ആകെ ആകാൻ ടൈമേ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയത് എപ്പോഴോട് ഇനി എടുക്കുന്ന അറിയില്ല. ഇനി ഓടടിച്ച മൊണ്ട് കേട്ടോ, ഒന്നും നോക്കണ്ടേ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. നടുക്കിലൂടെ നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ തുരങ്കൊക്കെ വരും. തുരങ്കത്ത് കയറിയാൽ നല്ല രസമാണ്. ഇതൊന്നും നോക്കണം, ഭയങ്കര ഒച്ചും വെള്ളം വരും.